അറബ് നാട്ടിൽ അകലെ എങ്ങാണ്ടിരിക്കും ആയിക്കോട്ടെ കേട്ടോ, ആട്ടി വിടുകയല്ലേ. ഇതിന്റെ പേരാട്ടോ, ആ ഓർമ്മ വേണ്ട എല്ലാവർക്കും. ഞാൻ അവിടെ അല്ലെങ്കിലും. അറബ് നാട്ടിൽ അകലെ എങ്ങാണ്ടിരിക്കും ആഴ്ച അറിയാൻ, അകമുരുകി കൊതിക്കും മകൾക്കൊരുപാടുണ്ട് പറയാൻ. ആ പാട്ട് കേട്ടിക്കണോ? ആ കേട്ടിട്ടില്ലേ, പിന്നെ എന്തിനാന്നല്ലേ. അതൊക്കെ നിങ്ങളെ കാലത്ത് സൂപ്പർ പാട്ടാ. ഇത് വല്ലാത്തൊരു വലിയ വേഗം കഴിച്ചിലാവാലോ. ആശുമാത്ത പെൽച്ചക്ക് ഇങ്ങോട്ട് വരി, ഇവിടെ അല്ലേ ഓളം. കുട്ടികളെ കഥ പറയണേ, പെൽച്ചക്ക് ഇവിടെ ഓളന്ന്. ബ്ലോഗ് കണ്ട കുട്ടികള് മക്കൾസല്ലേ. ന്യൂജൻ അന്ന് കുറ്റം പറയല്ലേ നമ്മള്. ജെൻസി പിള്ളേര് ഓണാണ്. 500 റുപ്യക്ക് നമുക്കൊരു ഇഫ്താർ കിറ്റ് ഉണ്ടാക്കിയാലോ? ഏത് ബിസിനസ് നമ്മള് ഇഫ്താർ കിറ്റ് ഉണ്ടാക്കുക. ആഴ്ചമ്മ സ്പെഷ്യൽ ഇഫ്താർ കിറ്റ്. അതിലൊരു കട്ട്ലറ്റ്, ഒരു സമൂസ, കുറച്ച് കട്ട് ഫ്രൂട്ട്സ്, അതിൽ ചെറിയ വൈറ്റ് റൈസ്, ഒരു ചിക്കൻ പൊരിച്ചത്, 4 ബത്തക്കന്റെ പീസും. 490 വിടുക. 499 150 റുപ്യന്റെ സാധനം ഉണ്ടാവുള്ളൂ ഇഫ്താർ. എന്നിട്ട് എന്ത് ചെയ്യാ, നമ്മളിങ്ങോട്ട് കുറച്ച് ഒരു ഹിന്ദി അറബിക് BGM ഒക്കെ. എനിക്ക് കുട്ടികളില്ലാന്നുള്ളൂ, എനിക്കും നോമ്പുണ്ട്. കുട്ടികൾക്കുള്ള ഇവിടെ കൊണ്ടുപോയിക്കോളൂ. അറബ് നട്ടിൽ അകലെ എങ്ങാണ്ടിരിക്കും ആഴ്ചറിയാൻ, അകമുരുകി കൊതിക്കും ആഴ്ചക്കൊരുപാടുണ്ട് പറയാൻ. നാശം വന്നല്ലോ. ഒരു മാസം നീ സഹിക്കേണ്ടി വരുമെന്നാണോ ചോദിച്ചത്? ആയിക്കോട്ടെ ചോദിച്ചാ. പണ്ടത്തെ ഒരു ആഴ്ച മാത്രം ഉണ്ടായിനി. ഇവിടുന്ന് പോയാൽ എന്നാ വരിക ചോദിച്ചേ. ഇപ്പൊ എന്താ ചോദിച്ചോ? ഇപ്പൊ ഒരു മാസം ഉണ്ടാവുമോ? ഉണ്ടാവണ്ടേ? ഉണ്ടാവണ്ടേ? ഇപ്പൊ അങ്ങനെയൊക്കെ ആയില്ല ആഴ്ച മാത്ത. ആയിക്കോട്ടെ ചോദിച്ചാ. ഇപ്പൊ എങ്ങനെയാലും അടിക്ക് പോണേ. അറബ് നാട്ടിൽ അകലെ. ഇന്നെന്ത് സമൂസ ഉണ്ടാക്കുന്നത്? ആ പാട്ട് 2 വരി അറിയുള്ളൂ. അതിന്റെ വരി എടുത്താഫിയെ അവിടെ കൂടി കൊടുത്തില്ലേ. അപ്പൊ നമ്മള് സമൂസ വരുത്താൻ പോവാട്ടോ. എത്ര റുപ്യ കിട്ടും? എന്നാ അതൊക്കെ അറിഞ്ഞിട്ട് തന്നെ മതിയല്ലോ. പണ്ട് പയമക്കാർക്ക് പറയാനുള്ളത് എന്താണ് ഇതിനെ കുറിച്ച് വിദഗ്ധമായി പറയാൻ വേണ്ടി പയമക്കാരുടെ ഭാഗത്തു നിന്നും പയമ അസോസിയേഷൻ മെമ്പർ ആയിട്ടുള്ള ആശമാതാനെ നമ്മൾ ക്ഷണിക്കുകയാണ്. കല്യാണം കഴിഞ്ഞ പുതിയാപ്പിളമാര് പെണ്ണുങ്ങളെ വീട്ടിൽ പോയാല് പണം ലഭിക്കും, അല്ലെങ്കിൽ സാമ്പത്തികമായി ലാഭം ലഭിക്കുന്നതാണ്. ഒരു ഇത്തിരി അടക്ക അതൊരു കത്തിച്ച് മുറുക്കെ അടക്കല്ല പിന്നെന്തൊക്കെയാണ് കൊണ്ടുപോയിച്ചറിയില്ല. പൈസ കിട്ടൂല. പൈസ കിട്ടും. എത്ര രൂപ? 2 ലക്ഷം കിട്ടും. ചോദിച്ചു വാങ്ങിക്കോ. 2 ലക്ഷം ഇല്ല ഉണ്ടോ ഹിംസ? ഇല്ല കേട്ടോ, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പണ്ടേ പെണ്ണെട്ടിയാ മതി ഇനി ഒരു 8ാം വയസ്സിലൊക്കെ. ഒന്നാമത്തെ തുറവിക്ക് അല്ല, മറ്റേതൊക്കെ നയിച്ചാണ്ട് കിട്ടുന്ന പൈസയാണ്. അതുകൊണ്ട് കേട്ടോ, മറ്റേതൊക്കെ നയിച്ചാണ്ട് കിട്ടുന്ന പൈസയാണ്. ഇത് പെണ്ണെട്ടി വെറുതെ ഒരു നോമ്പ് പറഞ്ഞ 2 ലക്ഷം റുപ്യ ഇട്ടാൽ അതൊരു ലാഭല്ലേ? പെണ്ണിനെ എനിക്ക് തരുന്നില്ല. പിന്നെ എന്താ പെണ്ണിനെ തരാത്ത ആൾക്കാരുണ്ട്. അത് ശരി, മുതലും കിട്ടും അതേമാതിരി. മുതലൊന്നും വേണ്ട, അവളെ മുതലും അതേമാതിരി കിട്ടും.